കൊട്ടാരക്കര. ഇനി ഒരു പുസ്തകത്തിന്റെ വിശേഷങ്ങളിലേക്കാണ്. നാടകം കഴിഞ്ഞു, പുസ്തകം. ഒരു നാടിന്റെ മുഴുവൻ വിശേഷങ്ങളും ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ഒരു നാടിന്റെ മുഴുവൻ പ്രത്യേകതയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുസ്തകം തയ്യാറാവുന്നത്. ചൊക്രമുടി. ഈ ചൊക്രമുടി നമ്മളൊക്കെ അധികം കേട്ടിട്ടുള്ളത് ഭൂമി കയ്യേറ്റങ്ങളുടെ പേരിലൊക്കെയാണ്. പക്ഷേ ചൊക്രമുടിക്ക് മറ്റൊരു കഥയുണ്ട്, ചരിത്രമുണ്ട്. അതിലൊക്കെ ഉപരി ജൈവസമ്പത്തിന്റെ വലിയ പ്രൗഢിയുമുണ്ട്. ഈ സവിശേഷതകളെല്ലാം കോർത്തിണക്കി ചൊക്രമുടി എന്ന പുസ്തകം പുറത്തിറക്കിയിരിക്കുകയാണ് സാഹിത്യകാരനായ KP സുഭാഷ് ചന്ദ്രൻ. ഈ പുസ്തകത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. മൂന്നാറിലെ ഏറ്റവും മനോഹരമായ മലനിരകളാണ് ചൊക്രമുടി. അതീവ പ്രാധാന്യമുള്ള ജൈവസമ്പന്ന മേഖല. നീലക്കുറിഞ്ഞ് പൂവിടുന്ന വരയാടുകൾ വിഹരിക്കുന്ന ഭൂമിക. ചൊക്രമുടിയെ ഈശ്വരതുല്യം കരുതുന്നവരാണ് ഇവിടുത്തെ മുതുവാൻ സമുദായം. മലനിരകളെ കീറിമുറിച്ച് സ്വാഭാവിക പ്രകൃതിയെ തകിടം മറിച്ച് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ഗോത്രജനതയുടെ ജീവിതത്തെ തന്നെയാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ചൊക്രമുടിയിലെ ജീവിതവും പ്രകൃതിയും കാലാവസ്ഥയും കോർത്തിണക്കി ഇവ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കിയാണ് സുഭാഷ് ചന്ദ്രൻ ചൊക്രമുടി എന്ന പുസ്തകം രചിക്കുന്നത്. ചൊക്രമുടി പോലെയുള്ള കേരളത്തിലെ മൂന്നാമത്തെ മലനിര പോലും കീഴ്പ്പെടുത്താൻ ധൈര്യം അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റിടങ്ങളുടെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം ഒരു കയ്യേറ്റത്തെ ഇവിടെ ചോദിക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു സന്ദേശം ഇതിലൂടെ നൽകാൻ ഒരു ഗ്രാമം ഒന്നിച്ചതിന്റെ ഒരു സവിശേഷതയാണ് ഇതിലൂടെ കാണുന്നത്. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ എടമലക്കുടിയുടെ ചരിത്രം പറയുന്ന പുസ്തകവും ഇടുക്കിയുടെ 50-ാം വാർഷികത്തിൽ ഇടുക്കിയുടെ ഇന്നലകൾ എന്ന പുസ്തകവും സുഭാഷ് ചന്ദ്രൻ രചിച്ചിട്ടുണ്ട്. അടിമാലി കോനാട്ട് പബ്ലിക്കേഷൻസ് ആണ് ചൊക്രമുടി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗോത്രവർഗ പഞ്ചായത്ത് എടമലക്കുടിയെ പറ്റി അദ്ദേഹം പുസ്തകം എഴുതി. അതിന് നല്ല സ്വീകരണം ലഭിച്ചു. അത് സർക്കാർ ഏറ്റെടുത്തു. അതും അദ്ദേഹം ഒത്തിരി പോരാട്ടങ്ങൾക്കൊടുവിലാണ് അവസാനം സർക്കാർ ഏറ്റെടുത്തത്. അവിടെയും നമ്മുടെ ബ്യൂറോക്രസിയുടെ കടന്നാക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം പോയി. അപ്പോഴും ആ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള ഒരു സാധ്യത കോനാട്ട് പബ്ലിക്കേഷൻ ഉണ്ടായി. അതിന്റെ ഒരു കൈമുതൽ നമുക്കുണ്ട്, അതിന്റെ ഒരു ആത്മധൈര്യമുണ്ട്. അതുകൊണ്ടാണ് ഗോത്രവർഗ ഇപ്പോഴും ചൊക്രമുടിയെ കടന്നാക്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരു ശബ്ദം അത് രേഖപ്പെടുത്തണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നി. അതിന് ഒത്തിരി സന്തോഷമുണ്ട്. ചൊക്രമുടിയുടെ വീണ്ടെടുക്കലിനായി നാട് ഒന്നടങ്കം സമരരംഗത്ത് തുടരുമ്പോഴാണ് നാടിന്റെ കഥ പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി.